ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. ഇനി ഒരിക്കൽ ശരിയായ ഒരു കല്യാണം കഴിക്കേണ്ട സമയത്ത് ഇതെല്ലാം ഒരു പ്രശ്നമായിട്ട് വരും. കഴുത്തിൽ വീഴുന്ന ഒരു താലി അത് മറ്റുള്ളവർക്ക് കല്യാണം തന്നെയാണ്. പിന്നീട് ഇതൊരു നാടകമായിരുന്നുവെന്ന് നമുക്കാരെയും ബോധിപ്പിക്കാൻ സാധിച്ചൊന്നും വരില്ല. അതൊന്നും ഇപ്പൊ കിരൺ ആലോചിക്കാൻ നിൽക്കണ്ട. ലക്ഷ്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇവിടെ എന്റെ ചെറിയമ്മയും അപ്പച്ചി ഉൾപ്പെടെ എല്ലാവരും കിരൺ ആരുമില്ലാത്തവനാണെന്നും അച്ഛൻ ആരാണെന്ന് അറിയാത്തവനാണെന്നും ഒക്കെ പറഞ്ഞ് അപമാനിക്കുന്നതും ഒരുപാട് വേദനയോടെ കിരൺ കേൾക്കേണ്ടി വരുന്നതും കിരണിന്റെ കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാ കിരണിനോട് പോലും പറയാതെ ഞാനും കുട്ടേട്ടനും കൂടി എല്ലാം അന്വേഷിച്ചറിഞ്ഞത്. കിരണിന് ജന്മം തന്ന അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. കിരണിന്റെ ചെറിയച്ഛന്മാരും കസിൻസും ഒരു അർദ്ധ സഹോദരനും ഉണ്ട്. ഇത്രയും നാളും കിരണിന് ആരുടെയും സ്നേഹം കിട്ടിയിട്ടില്ല. ഇനി കിരൺ അത് നേടണം. എല്ലാം വേണ്ടെന്ന് വെച്ച് പോവാൻ എളുപ്പം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാ പാട്. കിരണിന് ഇതെല്ലാം കിട്ടണം. അത് കിരണിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനുണ്ട് കിരണിനൊപ്പം. നമ്മൾ ഒന്നിച്ച് എല്ലാ ലക്ഷ്യങ്ങളും നേടും. ഇനിയും ഒന്നും ആലോചിച്ച് മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കരുത്. ദുർഗെ, ഒരു കല്യാണ നാടകത്തിനല്ല, ശരിക്കും തന്നെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടം.